ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുതിയ വർഷത്തിൽ കർത്താവ് നമുക്ക് ഈ അവസരത്തെയൊക്കെ തന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമൃദ്ധമായി ദൈവവചനം പഠിക്കുവാനുള്ള കൃപ ദൈവം ഈ വർഷത്തിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മള് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആയതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു വിടാം. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വാക്യം നമ്മൾ ഇവിടെ ആദ്യത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് അറിയുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം ദൈവത്തിന്റെ ദാനമായി ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തെ ഒരു കൂടാരത്തോടും നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയമായ ശരീരത്തെ ഒരു കെട്ടിടത്തോടും പൗലോസ് അപ്പോസ്തലൻ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. പറയുകയാണ്, ഞങ്ങളുടെ ബലഹീനമായ ശരീരം നഷ്ടമായി പോയാലും സ്വർഗീയമായ ഒരു തേജസ്സുള്ള ശരീരം ദൈവം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പൊ ഈ കൂടാരം എന്ന് പറയുമ്പോൾ അത് പൊളിയുന്നതാണ്. അത് രോഗത്തിനും മരണത്തിനും അധീനമായതാണ്. ഈ കൂടാരം പോയാൽ രോഗത്തിനും മരണത്തിനും അധീനമല്ലാത്ത നിത്യമായ ഒരു ശരീരം ഞങ്ങൾക്ക് കിട്ടും. അത് തേജസ്സുള്ളതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ശരീരമായിരിക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് ദൈവത്തിന്റെ ദാനമാണ്. രണ്ടാമത്തെ വാക്യം നമ്മൾ കണ്ടു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. 2ഉം 3ഉം ഞാൻ ഒരുമിച്ചാണ് വായിച്ചത്. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ആ സ്വർഗീയമായ ശരീരം ലഭിപ്പാൻ. ആരാണ് ഞരങ്ങുന്നത്? നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ശരീരം ബലഹീനമാണെങ്കിലും അത് നശിക്കുന്നതാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ ദൈവം ഒരു നശിക്കാത്ത ഒരു ആത്മാവിനെ തന്നിട്ടുണ്ടല്ലേ. ആ രക്ഷിക്കപ്പെട്ട ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്നു. എന്തിനു വേണ്ടി? ആ സ്വർഗീയമായ നിത്യമായ ആ ശരീരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞരങ്ങുന്നു. നഗ്നരായിട്ടല്ല ഞങ്ങൾ ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ ഒരു താൽക്കാലികമായ ഉടുപ്പാണ് നമ്മുടെ ഈ ശരീരം, അല്ലെ. ഇത് പൊളിഞ്ഞു പോകുമ്പോൾ നിത്യമായ ഒരു ഉടുപ്പ്, ഒരു സ്വർഗീയമായ ശരീരം നമ്മുടെ ആത്മാവിന് കിട്ടും. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുകയാണ്, എനിക്ക് നിത്യമായ ഒരു ശരീരം വേണം, ഈ രോഗത്തിനും മരണത്തിനും അധീനമായി തീരാത്ത ഒരു ശരീരം വേണം എന്ന് നമ്മളിലുള്ള ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി 4-മത്തെ വാക്യം, ഈ മർത്യമായത് ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ ഈ മരിക്കുന്ന ശരീരം നിത്യജീവനായി നീങ്ങിപ്പോകും. അപ്പം ഈ മരിക്കുന്ന ശരീരം, നമ്മുടെ മരണത്തോടു കൂടി ഈ ശരീരം നഷ്ടമാകുകയും അത് നിത്യജീവന് വേണ്ടിയിട്ട് അത് നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭൗമ ശരീരം ആ നിത്യജീവന് വേണ്ടി നീങ്ങിപ്പോവുകയും നമുക്കൊരു പുതിയ ശരീരം ലഭിക്കുകയും ചെയ്യും. 5-മത്തെ വാക്യം, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പൊ എന്തിനു വേണ്ടിയാ ഞങ്ങളെ ഈ ഒരുക്കുന്നത്? ഞങ്ങളുടെ ആ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ പരിശുദ്ധ നമ്മുടെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? ആ വീണ്ടെടുക്കപ്പെട്ട സ്വർഗീയമായ നശിക്കാത്ത നിത്യമായ ശരീരം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക.
ആ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെ അങ്ങനെ നമുക്ക് ആ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ശരീരം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരു ഒരുക്കം വേണം അല്ലെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു ഞരക്കത്തിനും ഒരു ഒരുക്കം വേണം. അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവം നമ്മിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതിനാലാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നമ്മുടെ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നടക്കാനും ഒക്കെ വേണ്ടിയാണെങ്കിലും അതിന്റെ ആത്യന്തികമായ അർത്ഥമെന്ന് പറയുന്നത് സ്വർഗീയമായ ഒരു ശരീരം നമുക്കൊരു വീണ്ടെടുക്കപ്പെട്ട ശരീരം ലഭിക്കും എന്നതിന്റെ, അല്ലെങ്കിൽ നാം ദൈവത്തോടു കൂടി എന്നും വസിക്കും എന്നതിന്റെ അച്ചാരമായ, അതിന്റെ ഗ്യാരണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞരങ്ങുകയാണ് നമ്മെ ഒരുക്കുവാൻ വേണ്ടിയിട്ട്. അത് ദൈവത്തിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ ഒരുക്കുന്നു. അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മെ ഫിറ്റ് ചെയ്യുവാൻ വേണ്ടി ഭൂമിയിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 6-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. ഇംഗ്ലീഷ് പറയുന്നത് therefore we are always confident. ആ കോൺഫിഡൻസ്, ആ ധൈര്യം പോളിനുണ്ടാകുവാൻ കാരണം തന്നെ പൗലോസ് 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. 5-ാമത്തെ വാക്യം എന്തുമായിരുന്നു? ആ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഗ്യാരണ്ടിയാണ്. എന്തിന്റെ? ഞങ്ങൾക്കൊരു സ്വർഗീയ ശരീരം ലഭിക്കും എന്നതിന്റെ ഗ്യാരണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എപ്പോഴും കോൺഫിഡന്റ്. ഞങ്ങൾ ഒരിക്കലും അധൈര്യപ്പെടാതെ പോകുവാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ നിലനിൽക്കുന്നത് ആണ്. അപ്പം ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ് നമ്മളിപ്പോലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത്, അല്ലെ. അപ്പം താൻ പറയുന്നു, തുടർന്നും തന്റെ ശുശ്രൂഷയിലൊക്കെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഇപ്പോൾ തന്നെ നടത്തുന്നത് പോലെ തന്നെ ജയോത്സവമായി നടത്തുമെന്നും താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾവേസ് കോൺഫിഡന്റ്. പൗലോസ് ധൈര്യമില്ലാത്ത ഒരു സമയം പോലും പൗലോസിന് ഇല്ല എന്നാ പറഞ്ഞത്. ആ ഓൾവേസ് കോൺഫിഡന്റ്. നമ്മളെ ഒന്ന് നോക്കിയേ, നമ്മളിലോട്ടൊന്ന് നോക്കിയേ. എത്ര പ്രാവശ്യം നമ്മൾ ശക്തി ക്ഷയിക്കും അല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ബലമൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടല്ലേ? പക്ഷെ പൗലോസ് പറയാണ്, എങ്ങനെയാണേലും ഓൾവേസ് കോൺഫിഡന്റ്, എപ്പോഴും ധൈര്യത്തോടിരിക്കുക. കാരണം പൗലോസിന് ധൈര്യമില്ലാത്ത ഒരു സമയവുമില്ല. എപ്പോഴും ധൈര്യമുള്ളവരാണ്. സന്തോഷത്തിലും സന്താപത്തിലും കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പൗലോസ് ധൈര്യമുള്ളവനാണ്. കാരണം പരിശുദ്ധാത്മാവ് തന്നിലുണ്ട്, തന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ട് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കും. നമുക്കറിയാം 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ കണ്ടു, തന്റെ ശത്രുക്കളൊക്കെ താൻ നശിച്ചു പോകും എന്ന് പറഞ്ഞ അവസരത്തിൽ പോലും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം. 2 കൊരിന്ത്യർ 2:12 മുതലുള്ള വാക്യങ്ങൾ. അപ്പൊ അവിടെ വളരെ പ്രതികൂലങ്ങൾക്ക് നടുവിലാണ് പൗലോസ് അപ്പോസ്തലൻ ആയിരിക്കുന്ന എങ്കിലും തന്റെ ശത്രു വിചാരിച്ചു താൻ നശിച്ചു, ഇനി എഴുന്നേൽക്കുകയില്ല, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച സമയത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, ഞങ്ങളെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്നു. വായിക്കാം. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥത ഇല്ലാകിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യക്ക് പുറപ്പെട്ടു. അപ്പം സുവിശേഷത്തിന് അവിടെ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ശത്രു പറഞ്ഞു പരാജയപ്പെട്ടു എന്ന്. പക്ഷെ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. അപ്പോൾ
അപ്പം ആ ഒരു ഏത് പ്രതികൂലങ്ങളുടെയും നടുവിൽ ജയോത്സവമായി നമ്മെ നടത്തുന്നുവെന്ന് നമുക്ക് പറയാനുള്ള ധൈര്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നടത്തുന്നത്, അല്ലേ? ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കത് പറയുവാൻ കഴിയുന്ന. ഏത് പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും ഞങ്ങളെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയണം, അല്ലേ? അപ്പം വരുവാനുള്ള പ്രത്യാശയിൽ ഇങ്ങനെ പൗലോസ് ആ ഒരു വലിയ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് തന്റെ പ്രതികൂലങ്ങളുടെ നടുവിലും പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാം, നിങ്ങൾ ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പിൻ എന്ന് പറയുന്നുണ്ട്, അല്ലെ? കൊലോസ്യർക്ക് എഴുതുന്ന ലേഖനം, അല്ലെ? അവിടെ ഇരുന്നുകൊണ്ട് പറയുക, എവിടെയാ? കരഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാ പറയുന്നത്. ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പിനും ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറയുന്നു. ഓക്കെ. ഫിലിപ്പിയർ 1:4 ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ, നമുക്കറിയാവുന്ന വാക്യമാണല്ലോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. വെറുതെ വിശ്വസിച്ചിരിക്കുകയല്ല, ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി നമ്മള് അടുത്ത വാക്ക്, അവിടുത്തെ ശരീരത്തിൽ വസിക്കുമ്പോഴും ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അപ്പം അവിടുത്തെ ഞാൻ ആകിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നും അറിയുന്നു. അപ്പം അവിടെ അങ്ങനെ എന്താ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം അവിടെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ പരദേശികൾ ആണ് എന്ന്. പരദേശികൾ എന്ന് പറഞ്ഞാൽ വിദേശികൾ, സ്വന്തം രാജ്യത്തല്ല, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഭൂമിയിലാണെങ്കിലും ഞങ്ങള് സ്വർഗീയ പൗരന്മാരാണ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ പരദേശികളാണ് എന്ന് പറയും. ഞങ്ങൾ വിദേശത്താണ് ജീവിക്കുന്നത്, പക്ഷെ ഞങ്ങൾ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് പറയുന്നത്. കർത്താവ് നമ്മോട് കൂടെ ഇല്ലേ? നമ്മൾ കർത്താവിനോട് അകന്ന് ജീവിക്കുക എന്ന് പറയാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മള് ആ കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു മഹത്വത്തിന്റെ ആ ഫുൾനെസ്സിലാണ് നമ്മൾ ആയിരിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ദൈവിക സാന്നിധ്യത്തിന്റെ ഫുൾനെസ് നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനോട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടരുന്ന് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ദൈവികമായ ഒരു ഫുൾനെസ് പൗലോസ് കണ്ടിട്ടുള്ളതാ, അല്ലേ? എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അവിടെ വെച്ച് ദൈവത്തിന്റെ ഒരു ഫുൾനെസ് കണ്ടതാണ്. ആ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവിക സാന്നിധ്യത്തിലാണേ ജീവിക്കുന്നതെങ്കിലും പക്ഷെ ആ ദൈവികമായ ഫുൾനെസ്സിലല്ല നാം ജീവിക്കുന്നത്. ആ ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിലും ഒരിക്കൽ നാം ആ ദൈവിക ഫുൾനെസ്സിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ പൂർണ്ണമായും കർത്താവിന്റെ ഫുൾനെസ്സിലല്ല നാം ജീവിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ഇഷ്ടമെന്ന് പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 1:20 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അറിയാവുന്ന വാക്യമാണ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം.
ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്ന് പറയുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സ്വർഗീയമായത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ ആ സ്വർഗീയ മഹിമ കണ്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാ താല്പര്യം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ പരിജ്ഞാനത്തെ അല്ലെങ്കിൽ ആത്മീയമായ അഭിവൃദ്ധിക്ക് വേണ്ടി ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ എങ്കിലും ക്രിസ്തുവിനോട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന അത്യുത്തമമല്ലോ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞ, പൗലോസ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിനെ കുറിച്ചുള്ള ആ ഹോം സിക്നസ് എപ്പോഴും പൗലോസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അല്ലെ. നമുക്കും ഉണ്ടോ ആ ഒരു ഹോം സിക്നസ് അല്ലെ? ഹെമൻലി ഹോം സിക്നസിൽ ആയിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ തന്റെ സ്വർഗീയമായ ഭവനത്തിൽ എത്തുവാനായിട്ട് എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ വാഞ്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനോട് അപ്പൊ നമുക്ക് പറയാൻ കഴിയുമോ, നാം ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമാവുന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ ക്രിസ്തുവിന്റെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാളും ആ ക്രിസ്തുവിന്റെ ആ ഫുൾനെസ്സിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെയല്ല അങ്ങനെ പറഞ്ഞ, പഴയ നിയമ ഭക്തന്മാരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നു, എനിക്ക് സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നാം ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട നാം എത്ര അധികമായി അങ്ങനെ പറയേണ്ടവരും അല്ലെ. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെ. നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ പഠിച്ചത് വിശ്വാസ വീരന്മാരെ കുറിച്ചായിരുന്നു പഠിച്ചല്ലേ. അവർ ഈ ഭൂമിയിൽ ജീവിക്കുകയായിരുന്നെങ്കിലും അവർക്ക് വാഗ്ദത്തം ലഭിച്ചെങ്കിലും അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടത് പ്രത്യാശിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലേ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനുമായി അവരെ കാത്തിരുന്നു. അവർക്ക് വാഗ്ദത്തം ഉണ്ടായിരുന്നു, അവരൊന്നും കണ്ടില്ല, പക്ഷെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമൊക്കെ ജീവിച്ചപ്പോ കൂടാരം അടിച്ചായിരുന്നു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് 11-ാം അധ്യായം കുറച്ച് വാക്യങ്ങളൊന്ന് വായിക്കാം. 11-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. പുതിയ നിയമ വിശുദ്ധന്മാർ മാത്രമല്ല, പഴയ നിയമ വിശുദ്ധന്മാർ ഇത് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം അവരും ആഗ്രഹിച്ചിരുന്നു. ഇനി ഞാൻ പറഞ്ഞു, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത് എങ്കിലും ആ ദൈവികമായ സാന്നിധ്യത്തിന്റെ ഫുൾനെസ്സിലല്ല ആയിരിക്കുന്ന. ഒരിക്കൽ നാം ആ ഫുൾനെസ്സിൽ എത്തിച്ചേരും. അതാണ് റെവലേഷൻ മുഴുവൻ പറയുന്നതല്ലേ. നമുക്ക് റെവലേഷനിലെ വെളിപ്പാട് പുസ്തകത്തിൽ 2-3 വാക്യങ്ങൾ വായിച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഞാൻ 21-ാം അധ്യായം 3-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ന്റെ 3-ാം വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അപ്പോഴായിരിക്കുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ ഫുൾനെസ്സിൽ നാം ജീവിക്കാനായിട്ട് പോകുന്നത്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഇനി 22-ന്റെ 3-ാം വാക്യം, 3-ഉം 4-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അപ്പം ദൈവത്തിന്റെ ഫുൾനെസ്സിൽ ആ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഫുൾനെസ്സിൽ നാം ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്.
അതാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രത്യാശ. ആ പ്രത്യാശ ഉണ്ടാകാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അച്ചാരമായി തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് അതിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി 7-ാം വാക്യത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യം അല്ലെ. ഓക്കെ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത്. ആ പറഞ്ഞ നമ്മള് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പരദേശിലായിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ കർത്താവിനോട് അകന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം ജീവിക്കുന്നത് അല്ലെ. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യാശ എന്ന് പറഞ്ഞ കർത്താവിനെ കാണും, കർത്താവിനോടുകൂടെ വസിക്കും, നാം കർത്താവിനോട് അനുരൂപരായി തീരും എന്നുള്ളതാ. പക്ഷെ അത് നാം കണ്ടിട്ടുള്ള ഒരാളെ അല്ല വിശ്വസിക്കുന്നല്ലേ. കാഴ്ചയാലല്ല, നാം ഇതൊന്നും കണ്ടിട്ടില്ല, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം അത് കാണുന്നത്. അല്ലെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനുള്ളൂ. അപ്പൊ ഈ കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും എന്താ പറയുന്നേ മഹത്തായതും ഏറ്റവും കഠിനകരവുമായ ഒരു പ്രിൻസിപ്പിളാണ് അല്ലേ. പക്ഷെ അത് വിശ്വസിക്കാത്തവർക്ക് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് വിശ്വസിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. കാരണം വിശ്വാസത്താൽ ആ ജീവിക്കുന്നത്, നമ്മൾ ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെ കാണാത്ത ഒന്നിനെ വിശ്വസിപ്പാൻ കഴിയും? ദൈവം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നാം കണ്ടിട്ടില്ല. ആ കണ്ടിട്ടില്ല ഇല്ലാത്ത ഒരാളെ കാണുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കർത്താവ് അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ ആ സ്നേഹിക്കുകയും ആ ആളിനു വേണ്ടി ജീവിക്കുകയും ആ ആളിനു വേണ്ടി തന്നെ നോക്കിപ്പാർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല അല്ലേ. നമ്മൾ ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ആ ദൈവത്തെ ഉണ്ടെന്നും പറഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവവചനം പഠിക്കുക, എപ്പോഴും ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ്. അപ്പൊ പലരും നമ്മൾക്കറിയാം സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും മാത്രമല്ല ദൈവത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട് അല്ലേ. രക്തസാക്ഷികളാകാനും കൂടെ തയ്യാറായി നിൽക്കുന്ന ആരുണ്ട്? എന്തുകൊണ്ടാതെ? വിശ്വാസത്താലാ ജീവിക്കുന്ന, കാഴ്ചയാലല്ല. നാം ഇപ്പോൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. നാം ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വാക്യം ഇവിടെ പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസം. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും തരുമെന്നുള്ള വിശ്വാസമൊന്നുമല്ല. നാം ദൈവത്തെ കണ്ടിട്ടില്ല. ആ കാണാത്ത ദൈവത്തെ വിശ്വസിക്കുകയും ആ ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ആ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മളുടെ ആ വിശ്വാസം എന്ന് പറയുന്നത്. അത് ഈ ഭൂലോകത്തിൽ നാം മരണം വരെയും, നാം ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാഴ്ചയാൽ അല്ല ജീവിക്കുന്നത്, വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്ന വിശ്വാസത്താൽ നടക്കുന്നു എന്ന് പറയുന്നു. അപ്പം കാഴ്ചയാലല്ല വിശ്വാസികൾ ജീവിക്കുന്ന, വിശ്വാസത്താലാണ്. അപ്പൊ നാളെ ഒരു കാര്യം കിട്ടുമെന്ന് വേണ്ടി ഇന്ന് കാണാത്ത കാര്യത്തെ ആഗ്രഹിക്കുന്നു അല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1 പറയുന്നത് പോലെ വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നു ഒന്നും അത് എല്ലാവരും വിശദീകരിക്കുന്ന രീതി അല്ല ഈ പറയുന്നത്. നാം കാണാത്ത ഒരാളെ വിശ്വസിക്കുന്നു, കാണാത്തൊരു ദൈവത്തെ സ്നേഹിക്കുന്നു, കാണാത്ത ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുവരെയാണ് നാം ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെ. അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് ജീവിക്കാം. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതമല്ല, വിശ്വാസത്താലുള്ള, കാഴ്ചയാലല്ല നാം ജീവിക്കുന്ന, വിശ്വാസത്താലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ നടക്കുന്നു, വാക്ക് ബൈ ഫെയ്ത്ത്. നടക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു സ്റ്റോപ്പ് ചെയ്യുന്ന എവരിഡേ ആക്ടിവിറ്റിയാ അല്ലെ. അപ്പൊ നടന്നുകൊണ്ടേയിരിക്കുക, നമ്മുടെ ശരീരം ബലഹീനമാകുന്നത് വരെ നാം നടന്നുകൊണ്ടേയിരിക്കുക. അപ്പം നാം ഈ ലോകത്തിൽ അതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ, നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെയും നാം കാഴ്ചയാലാണ് അല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാണ് ജീവിക്കുന്നത്.
വിശ്വസിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ധൈര്യപ്പെട്ടുകൊണ്ട് എപ്പോഴും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായാലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭൗമ ശരീരം അഴിഞ്ഞു പോയാൽ സ്വർഗീയമായ ഒരു ഭവനം അല്ല കെട്ടിടം ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പം വേറൊരു ശരീരം, സ്വർഗീയമായ ഒരു ശരീരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് കാഴ്ചയാലല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ മുമ്പോട്ട് പോകുന്ന എന്ന് പറയുന്നു. നമുക്ക് എബ്രായ ലേഖനം 11:6 ഒരു വിശ്വാസത്തിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് വായിച്ചിട്ട് പോകാം. എനിക്ക് ആ ഡെഫിനിഷൻ ഇഷ്ടം. 11:1 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് അറിയുന്നുവല്ലോ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടല്ലേ. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ട്. ഒരു സമയം പോലും കർത്താവ് നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയമില്ല, അല്ലെ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചാലും ദൈവം നമ്മെ വിടുകയില്ല. ദൈവം നമ്മോട് കൂടെ തന്നെ ഇരിക്കും. അപ്പം നാം കർത്താവിനെ മഹത്വത്തോടെ, ദൈവത്തിന്റെ മഹത്വത്തിൽ നാം അവന്റെ ഒരു ഫുൾനെസ്സിൽ കാണുന്നത് വരെ നാം വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമുക്ക് 8ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 8ാമത്തെ, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പം 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു, അല്ലെ. അപ്പൊ നാം ഈ ലോകത്തിൽ പരദേശികളായിരിക്കുന്നു. നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലെ അത്രേ ജീവിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യം വിട്ടിട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പം ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ നാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന, നാം മരണപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പം മരണം വിട്ട് നാം ദൈവത്തോട് ചേരുന്ന അവസ്ഥ. അപ്പൊ നമ്മുടെ മരണസമയത്ത് നമ്മുടെ ആത്മാവ് ശരീരം വിട്ട് ദൈവത്തോട് ചേരുവല്ലേ. അതുകൊണ്ടല്ലേ കൊലോസ്യ ലേഖനം 3:3-4 എങ്ങനെ പറയുന്നു? എടുക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന വാക്യം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് പറയുന്നു. അപ്പം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മൾ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കും. പൗലോസ് പറയുക, ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടും. അപ്പൊ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുക. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 അവസ്ഥകളുണ്ട്. ശരീരം വിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിന് 3 അവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിന് 3 അവസ്ഥകളുണ്ട്. ഒന്ന്, നാം ഈ ഭൂമിയിൽ ശരീരത്തോടു കൂടെ ഇവിടെ ശരീരത്തോടു കൂടെ ഭൂമിയിൽ വസിക്കും, അല്ലെ. അപ്പൊ ഇവിടെ ഒരു പറഞ്ഞു, നമ്മൾക്ക് ഒരു സ്വർഗീയമായ പൗരത്വമുണ്ട്, അല്ലെ. നമുക്കൊരു സ്വർഗീയ പൗരത്വം ഉണ്ടെങ്കിലും നാം ഭൂമിയിലാണ് ജീവിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ശരീരത്തോടു കൂടെ ദൈവിക സാന്നിധ്യത്തിൽ, ഫുൾനെസ്സിൽ അല്ലെങ്കിലും ദൈവിക സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. രണ്ടാമത്, ആദ്യത്തത് ശരീരത്തോടു കൂടെ നാം ഭൂമിയിലായിരിക്കുന്ന അവസ്ഥ. രണ്ടാമതായി ശരീരം വിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥ, ശരീരം കൂടാതെ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. അതാണ് പറയുന്നത് കൊലോസ്യർ 3:4 പറഞ്ഞത്, ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ശരീരം നമുക്ക് എപ്പോഴാ കിട്ടുന്നത്, അല്ലെ. ആ ശരീരം വിട്ടിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ശരീരത്തോട് കൂടെ മൂന്നാമതൊരവസ്ഥയുണ്ട്, ശരീരത്തോട് കൂടെ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ. ഒന്നാമത്തത് ശരീരത്തോടു കൂടെ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥ. രണ്ടാമത് ശരീരം വിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. മൂന്നാമത് ശരീരത്തോടു കൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ. കൺഫ്യൂസ്ഡ് ആവുന്നില്ലല്ലോ? ഓക്കെ. ഇപ്പം നാം ആയിരിക്കുന്നത്
ശരീരത്തോട് കൂടെ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ മരണം വരെ നാം വീണ്ടെടുക്കപ്പെട്ട മുതൽ വീണ്ടും ജനിക്കപ്പെട്ട മുതൽ നാം മരണം വരെ നാം ഭൂമിയിൽ ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയാണ് ആ ശരീരത്തോടു കൂടെ ഭൂമിയിലായിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ മരണം കഴിഞ്ഞ് നാം തേജസ്കരിക്കപ്പെടുന്നത് വരെ ഉള്ള ഒരവസ്ഥ. അത് ശരീരം കൂടാതെ ദൈവത്തോട് കൂടെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ. അത് കർത്താവിന്റെ രണ്ടാം വരവ് വരെയാണ് ആ അവസ്ഥ എന്നുള്ളത്. മരണം മുതൽ നമ്മുടെ തേജസ്കരണം വരെ നമ്മുടെ തേജസ്കരണം എന്നാ സംഭവിക്കുന്നത്? 1 തെസ്സലോനിക്കർ 4:16-17 അങ്ങനെയല്ലേ പറയുന്നേ? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവനോട് കൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടുന്നത്. അപ്പൊ ആ തേജസ്കരിക്കപ്പെട്ട നമുക്ക് ശരീരം കിട്ടുന്നത് വരെ നാം ശരീരം വിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കും, അല്ലെ കർത്താവിനോട് കൂടെ ആയിരിക്കും. മൂന്നാമതൊരവസ്ഥയുണ്ട്. ആ പുനരുദ്ധരിക്കപ്പെട്ട ശരീരം നമുക്ക് കിട്ടിയതിന് ശേഷം എന്നും നാം നിത്യകാലം ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അവസ്ഥ. അപ്പം ശരീരത്തോടുകൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 3 അവസ്ഥകളുണ്ട്. ശരീരത്തോടുകൂടെ ഭൂമിയിലിരിക്കുക, മരണം ശേഷം ശരീരം വിട്ട് ദൈവത്തോട് കൂടെ ഇരിക്കുക, അത് പുനരുത്ഥാനം ചെയ്യപ്പെട്ടവരെയുള്ള അവസ്ഥ. മൂന്നാമത് ശരീരത്തോടു കൂടെ ദൈവത്തോട് കൂടെ ഇരിക്കുക, അല്ലെ? റെവലേഷൻ പറയുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നുണ്ടല്ലേ. കർത്താവിനോട് കൂടെ എന്നും ആ പുതുവാന ഭൂമിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനെയാണ് പറയുന്നത് ആ മൂന്നാമത്തെ അവസ്ഥ. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഏറ്റവും അധികം ആശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൊതുവാന ഭൂമിയോട് കൂടെ ഇരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ദൈവികമായ ശുശ്രൂഷകൾ ഉണ്ടായതുകൊണ്ട് ഭൂമിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. എന്നാലും വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന ഏറ്റവും അത്യുത്തമമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് നമുക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കല്ലേ. പോളിന്റെയും മറ്റു ആ കൂടെ ഉള്ളവരുടെ എല്ലാം ഒരു പ്രത്യാശയാണ് ഞങ്ങൾ കർത്താവിനെ കൂടെ ഇരിക്കും, കർത്താവിനോട് കൂടെ എന്നും ഒരിക്കൽ ചേരുമെന്ന്. പക്ഷെ ഞാൻ പറയണേ, ഞങ്ങൾ ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകും. അപ്പം ദൈവവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാ പൗലോസ് പറയുന്നത്? ആ ഒരു 5:10 നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ബോധ്യമുണ്ട്. എന്താ പൗലോസിന്റെ ബോധ്യം? അവിടെ പറയും, ഞാൻ വായിക്കാം 10-ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ എഴുതി വെച്ചതാ. പൗലോസിന്റെ ബോധ്യമുണ്ട്. എന്തുകൊണ്ടാ? ഞാൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടത്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ട ഒരു സമയമുണ്ട്. അത് പൗലോസ് അപ്പോസ്തലനുമുണ്ട്, അത് നമുക്കുമുണ്ട്, അല്ലേ? ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവർക്കും ഉണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് ഇരിപ്പാനുള്ള ഒരു അവസ്ഥ. പക്ഷെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ ന്യായാധിപ സംഘത്തിന് മുമ്പ് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് പറയുന്നത്. അങ്ങനെ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇടയാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ 10-ാം വാക്യത്തിൽ തന്റെ ബോധ്യമാണ് തന്നെ ഈ ഭൂമിയിൽ ദൈവപ്രസാദ പ്രകാരമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഇടയാക്കുന്നത്. അപ്പൊ നാം ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവർക്കുമുണ്ട്. ഒരു വെള്ള സിംഹാസനവുമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ന്യായാസനവുമുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ് ക്രിസ്തുവിന്റെ ന്യായാസനവും. ഒരു ന്യായവിധിയുടെ അല്ല, അത് ശരിക്കും പ്രതിഫലം കൊടുക്കുന്നതാണ്.
വെള്ള സിംഹാസനം എന്ന് പറയണം, ന്യായവിധിയുടെ സിംഹാസനം എന്ന് പറയുന്നത് അത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ളത്. ദൈവം നമ്മളെ നല്ല പൗലോസപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനാകുവാൻ. അപ്പൊ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, അല്ലെ? എഫെസ്യർ ലേഖനം 2:10 ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ ശിക്ഷിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ദൈവം നാം അത് ചെയ്ത് പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാല് ചിലർ ചോദിക്കും, സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കുന്നത്. സൽപ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ ഇല്ല. പക്ഷേ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവത്തോട് കൂടെ വാഴേണ്ടവർ, നാം സൽപ്രവൃത്തികൾ ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ ഒരേ ഒരു മാർഗമുള്ള, രക്ഷയുടെ മാർഗം മാത്രമേ ഉള്ളൂ. അത് വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ സൽപ്രവൃത്തികൾ ഒന്നും നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയില്ല. പക്ഷേ നാം വിശ്വസിക്കുന്നവർ സൽപ്രവൃത്തി ചെയ്യുവാൻ ദൈവം നമ്മെ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു സൽപ്രവൃത്തികളും നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെ ദൈവം അത് മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ സൽപ്രവൃത്തികൾ ചെയ്യുന്നത് മാത്രമല്ല, നാം സൽപ്രവൃത്തികൾ ചെയ്യണം, പക്ഷെ ദൈവപ്രസാദമുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ നയിക്കുകയും വേണം. ഈ ലോകത്തിൽ ദൈവപ്രസാദം ഇല്ലാത്തൊരു ജീവിതം നയിക്കുകയും ആ സൽപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല, ദൈവത്തിന് പ്രസാദകരമാകയില്ല, അല്ലെ? അപ്പം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുക എന്നതാണ്. 1 തെസ്സലോനിക്കർ ദൈവത്തിന്റെ ആത്മാവ് പൗലോസപ്പോസ്തലനോട് പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് പറയുന്നുണ്ടല്ലേ. അതിലും മീതെയായിട്ട് ഒന്നുമില്ല. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിൽ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നാ പറയുന്നത്. നമ്മെ എന്തിനാ തിരഞ്ഞെടുത്ത്? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണല്ലേ. അപ്പൊ നമുക്ക് 1 തെസ്സലോനിക്കർ 5:15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 തെസ്സലോനിക്കർ 5:15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ ആത്മാവും ദേഹിയും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കണം എന്നാണ്, അനന്യമായി വെളിപ്പെടണമെന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. കുറച്ച് വാക്യങ്ങളുണ്ട്, 15 മുതൽ 24 വരെ ജസ്റ്റ് വായിച്ചിടാം, ശ്രദ്ധിച്ചാൽ മതി. 1 തെസ്സലോനിക്കർ 5:15 മുതൽ 24 വരെ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്വിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. ചിലര് പറയും വചനം ശോധന ചെയ്യുന്നു. വചനം ശോധന ചെയ്യണ്ട, അത് ശോധന ചെയ്യപ്പെട്ട വചനമാണ്. നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുക, നമ്മൾ കേൾക്കുന്നത് ശോധന ചെയ്യുക, വചനത്തെ ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. നാം ദൈവത്തോട് കൂടെ ഇരുന്നാൽ നമുക്ക് ചെയ്യുവാൻ പറ്റുകയില്ലെങ്കിലും ദൈവം അത് നമ്മളിലൂടെ നിവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം 24-ാം അധ്യായം പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്ധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. നമ്മൾ നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിന്റെ ശക്തിയിലാണ് ആശ്രയിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ, അല്ലെ? അപ്പം ഇപ്പോഴുള്ള ജീവിതം നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെ ഇരുന്നാൽ മാത്രമേ ശരീരം വിട്ടാലും ദൈവത്തിന് നമ്മുടെ ജീവിതം പ്രസാദകരമായി തീരുകയുള്ളൂ. അപ്പം നാം ശരീരത്തിലിരിക്കുമ്പോൾ ദൈവപ്രസാദമുള്ളത് ചെയ്താൽ മാത്രമേ ശരീരം വിട്ടാലും ആ ദൈവപ്രസാദകരമായി ഇരിക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ.
റോമാലേഖനം 14:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കണം എന്നാ പറയുന്നത് അല്ലെ. നാം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് നല്ലതാണെന്ന്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല, അത് ദൈവവചനം പറയണം. മനുഷ്യന് എല്ലാ കാര്യങ്ങളെയും മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. നാം മനുഷ്യരെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അല്ലെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പം നാം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മനുഷ്യർക്ക് കൊള്ളാവുന്നവരായിരിക്കുകയും വേണം. ഓക്കെ, റോമാലേഖനം 14:17 മുതലുള്ള വാക്യങ്ങൾ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകിയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അപ്പൊ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവപ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണം, മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി തീരണം. കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഒരിക്കലും പാടില്ല. ഞാൻ അങ്ങനെ പറയുന്നത് അവർക്ക് പ്രസാദകരമായി തീരുമായിരിക്കാം, പക്ഷെ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നേരായിരിക്കില്ല. അതുകൊണ്ട് ദൈവവചനം അടിസ്ഥാനത്തിലായിരിക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കണം. അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രസാദകരമായി ജീവിക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നത്, ആർക്കും ആരെയും പ്രസാദിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കണം. കൊലോസ്യർ 1:10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ വായിക്കാം. കൊലോസ്യർ 1:10. അപ്പൊ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം, ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ളവരായി നടക്കണം. ഞാൻ വായിക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ദൈവപ്രസാദമുള്ള ജീവിതം ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണമെന്നാണ് പറയുന്നത്. അപ്പം ഭൂമിയിൽ നമ്മെ ദൈവം ഇരിക്കുമ്പോൾ നമ്മൾ ദൈവപ്രസാദകരമായ ജീവിതം നയിക്കണം. എന്തിനാണ്? നാം എന്നാൽ മാത്രമേ അവിടെയും ദൈവത്തെ, ശരീരം വിട്ടുകഴിഞ്ഞാലും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നിലവുകളെ ശോധന ചെയ്യുന്ന ദൈവം നമ്മളുടെ വിചാരങ്ങൾക്ക് കൂടി നാം ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു എന്നുള്ളൊരു ബോധം നമ്മെ അതിലേക്ക് നയിക്കണം, ദൈവത്തിന്റെ പ്രസാദമുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാന് 10 വാക്യം എനിക്കറിയില്ല എന്ന് ഒന്ന് നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ 10 വാക്യത്തിലേക്ക് പോകും. 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച്. പൗലോസ് ദൈവപ്രസാദകരമായ ജീവിതമാണ് നയിച്ചത്. അതുപോലെ തെസ്സലോനിക്ക സഭയും മാതൃകാ സഭയും അതുപോലെയുള്ള ജീവിതമാണ് നയിച്ചത്. അപ്പൊ അവർക്കൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു. 5:10 വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന ചിന്ത. അപ്പൊ നമുക്ക് 10 വാക്യത്തിലേക്ക് പോകാം. ഞാൻ 2-3 പ്രാവശ്യം ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിന്റെ ഞാൻ POC ബൈബിൾ എന്റെ ഒരു ട്രാൻസ്ലേഷൻ വായിക്കാം. 5:10 എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ് നാം നിൽക്കേണ്ടത്. അപ്പം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ഒരു കാരണം, ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ
ശരീരം വിട്ടു കഴിഞ്ഞാൽ നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതൊക്കെയും വെളിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അപ്പം എന്തിനൊക്കെയാണ് നാം ന്യായാസനത്തിന് മുമ്പിൽ ഇരിക്കുക? ശരീരത്തിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് നല്ലതാകിലും അത് തീയതാകിലും അതിന് അതിന് നാം ദൈവത്തിന്റെ ന്യായാസനത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പേ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അപ്പം ന്യായാസനം അല്ലെങ്കിൽ ജഡ്ജ്, ഇംഗ്ലീഷ് പറയുന്ന ജഡ്ജ്മെന്റ് സീറ്റ്. ഏൻഷ്യന്റ് ഗ്രീക്കില് ഡീമ എന്നൊരു പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡീമ എന്ന് DIMA. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഉയർന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഒരു ഉയർന്ന ഒരു സ്ഥലം എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. എല്ലാവരും ഭീമാ സീറ്റ് എന്ന് പറയും, എല്ലാവരില്ല, ചിലവർ പറയും. പക്ഷെ അത് ഒരു ഉയർന്ന സ്ഥലം. നമ്മള് സാധാരണ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്നവരെ ഒന്നും നോക്കത്തില്ല. അപ്പൊ നമ്മളെക്കാൾ ഇച്ചിരി ഉയർന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഭീമാ സീറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ തരുന്ന ഒരു സ്ഥലമുണ്ട്. അതിനാണ് ഭീമാ സീറ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ന്യായാധിപതി ആരാണ്? കർത്താവായ യേശു ക്രിസ്തു ആണ്. അവിടുത്തെ ന്യായാധിപതി പിതാവായ ദൈവമല്ല, പുത്രനായ ദൈവമാണ്. ന്യായാധിപതി ക്രിസ്തുവാണ്. 1-2 വാക്യങ്ങൾ വായിച്ച് പതിയെ നമുക്ക് മുമ്പോട്ട് പോകാം. സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കാം. ന്യായാധിപതി കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന്. പിതാവായ ദൈവം അല്ല ന്യായവിധി നടത്തുന്നത്. അത് ജാതികളുടെ ആണെങ്കിൽ തന്നെയും രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധി വെള്ളസിംഹാസനത്തിലും അതും പിതാവല്ല, അത് പുത്രനാണ് നടത്തുന്നത്. അപ്പം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ന്യായാസനവും വെള്ളസിംഹാസനവും രണ്ടിലെയും ന്യായാധിപതി ക്രിസ്തുവാണ്. ഓക്കെ, ഒരു വാക്യം കൂടെ വായിക്കാം. ഒരു വാക്യം കൂടെ വായിച്ചു നോക്കാം. 2 തീമോഥെയോസ് 4:8. 2 തീമോഥെയോസ് 4:8 പൗലോസിന്റെ അവസാന വാക്കുകളാണ്. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. അപ്പം ഒരു നീതിയുള്ള ന്യായാധിപതിയുടെ മുമ്പിലാണ് നാം എല്ലാവരും നിൽക്കേണ്ടവരുണ്ട്, അല്ലെ? അപ്പം ഇനി ക്രിസ്തുവാണ് ന്യായാധിപതി. ആരെയൊക്കെയാണ് ന്യായം വിധിക്കുന്നത്? എല്ലാ വിശ്വാസികളെ, ഒരു എക്സെപ്ഷനും ഇല്ല. അത് പൗലോസ് അപ്പോസ്തലനും ഉൾപ്പെടും, അത് നമ്മളും ഉൾപ്പെടും, അല്ലെ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു പോകാം. വചനത്തിൽ നിന്ന് തന്നെ മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 14:12. എല്ലാവർക്കും ന്യായവിധി ഉണ്ട്, ഓരോരുത്തരും നിൽക്കണം, അല്ലെ? വായിക്കാം. റോമാലേഖനം 14:12. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തൻ, എല്ലാവരും, അല്ലെ? അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുണ്ട്. അത് എടുക്കണ്ട, ഇപ്പൊ നമുക്ക് താഴ്ത്ത് വായിക്കുകയും വേണം, അതുകൊണ്ട് അത് എടുക്കണ്ട. 2 കൊരിന്ത്യർ 5:10 അത് തന്നെയല്ലേ നമ്മളിപ്പം വായിച്ച ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ട വരും. അതുപോലെ തന്നെ സഭാപ്രസംഗി 12:14. സഭാപ്രസംഗി 12:14 വായിക്കാം. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നു. ഇനി എപ്പോഴാണ് നമ്മൾ ന്യായാധിപതി ആരാന്ന് കണ്ടു, ജഡ്ജ് ആരാന്ന് കണ്ടു, ആരെയാണ് ന്യായം വിധിക്കുന്നത് കണ്ടു. ഇനി എപ്പോഴാണ് ജഡ്ജ്മെന്റ്? അത് കർത്താവിന്റെ 2ാം വരവെങ്കിലാണ്, വരവിന് ശേഷമാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയും ഒരു ഉത്പ്രാവണം കഴിഞ്ഞ, റാപ്ചർ കഴിഞ്ഞ ഒരു 7 വർഷം ഇവിടെ ഒരു മഹോദ്രവകാലമുണ്ട്, അന്നായിരിക്കാമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ നമുക്ക് ശരിയായ അറിവുകളൊന്നുമില്ല. എന്നാലും ഒരു ന്യായാസനമുണ്ട്, ഒരു ജഡ്ജ്മെന്റും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനും വായിക്കുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം.
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പം കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4:14-17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കർത്താവിനോട് ചേർന്ന് കഴിയുന്ന ഒരവസ്ഥയിലായിരിക്കും. അത് ഞാൻ ഇനി വായിക്കുന്നില്ല, നമ്മൾ പറഞ്ഞതാണ്. അപ്പം ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരും എല്ലാവരും ആ ക്രിസ്തുവിന്റെ വരവിങ്കൽ രൂപാന്തരപ്പെട്ട ശേഷം അവരിൽ മഹോദ്രവ കാലത്ത് രക്ഷിക്കപ്പെട്ടവരും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അവരെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20:4 അത് അന്ത്യന്യായവിധിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിലും ക്രിസ്തുവിന്റെ എന്താ പറയുന്ന ന്യായാസനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായിട്ട് ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട്. അപ്പൊ അവരുമുണ്ട്. മഹോദ്രവ കാലത്ത് ജീവിച്ചിരുന്ന് രക്ഷിക്കപ്പെട്ടവരും ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഓക്കെ. ഇനി വചനം പറയുന്നത് വിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവ മക്കളുടെ ന്യായവിധി എന്ന് പറയുന്നത് ഗൗരവമായിരിക്കും, അത് നല്ല തീവ്രവുമായിരിക്കും എന്ന് തന്നെയാണ്. ചിലപ്പോൾ നഷ്ടവും സംഭവിക്കാം. അതാണ് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് പറയുന്നത്. നമുക്കറിയാം പ്രവൃത്തികൾ വെന്തുപോകുമെന്ന് പറയുന്നുണ്ടല്ലേ. നാം ഈ ലോകത്തിൽ ജീവിച്ചതും എല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട അല്ലെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് നാം എന്താ പറയുന്നത് ചിലപ്പോൾ ലജ്ജിക്ക് പോകാൻ ഇടയായി തീരും. കാരണം ദൈവപ്രസാദമല്ലാതെ ഈ ലോകത്തിൽ ജീവിച്ച് ചെയ്ത പ്രവൃത്തികളും നമ്മുടെ ആ ഒരു നിലവുകളെ പോലും നമ്മുടെ ആ വിചാരങ്ങളെ പോലും ശോധന ചെയ്യുന്ന ഒരു സമയം ഉണ്ട്. വായിക്കാം. 1 കൊരിന്ത്യർ 3:15. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ. അപ്പൊ തീയിൽ കൂടി കടന്നു പോകും എന്ന ഒരവസ്ഥ, തീയിൽ കൂടി കടന്നു പോകുന്നത് പോലെ ഒരു അവസ്ഥയായിരിക്കും അത് എന്നുള്ളത്. കർത്താവിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം തീയിലിട്ട് നമ്മളെ നിൽക്കുന്ന അല്ല പറയുന്നത്. നാം കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും എന്നുള്ള ഒരു അവസ്ഥയാണ് അതിന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കള്ളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ശരിയാകാതെ വരുമ്പോൾ ഒന്ന് പിടിക്കപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്നറിയാമോ? അല്ലെ? ആ അവസ്ഥ പോലെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം ഈ ലോകത്തിൽ ഇരുന്ന് ചെയ്തതിനൊക്കെ ആ ന്യായവിധി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നാം എന്താ പറയുന്നത് ലജ്ജിതരായി പോകുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത്. തീയിൽ കൂടി കടന്നു പോകുന്നു എന്നവർ പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യോഹന്നാന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ആ പ്രയത്നഫലം ഒന്നും കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടത് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പൂർണ്ണ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 2:28 ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവന്റെ മുമ്പിൽ അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതെന്താ പറയുന്നത്? അവനിൽ വസിക്കണം എന്നാ പറയുന്നത്. ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ പ്രത്യക്ഷതയിൽ ലജ്ജിക്കപ്പെടാതിരിക്കാനായിട്ട് കഴിയുള്ളൂ. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വസിച്ചാൽ മാത്രമേ ലജ്ജിതരായി തീരാതെ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. 1 കൊരിന്ത്യർ 3:11-15 വരെയുള്ള വാക്യങ്ങളൂടെ വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അത് വായിക്കാം. അവിടെ പറയുന്നുണ്ട് പ്രവൃത്തികൾ വെന്തുപോകും എന്ന് പറയുന്നുണ്ട്.
3:11, 1 കൊരിന്ത്യർ 3:11. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നു, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ലു, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ആ പ്രവൃത്തികളെല്ലാം നഷ്ടമാകാം. ഏത് പ്രവൃത്തികളാ നഷ്ടമാകുന്നത്? നാം ദൈവപ്രസാദമല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നഷ്ടമാകാം. പക്ഷെ താനോ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. എന്തുവാ അവിടെ ശോധന ചെയ്യുന്നത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്നത്? നമ്മുടെ രക്ഷയല്ല ശോധന ചെയ്യുന്നത്, രക്ഷിക്കപ്പെട്ട വ്യക്തിയെയാണ് ശോധന ചെയ്യുന്നത്. ഇവിടെ പറയാം, രക്ഷയല്ല ശോധന ചെയ്യുന്നത്. കാരണം ദൈവം തന്ന ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ, അവരുടെ പ്രവൃത്തികളെയാണ് ശോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരുത്തന്റെ പ്രവൃത്തി വെന്ത് പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. കാരണം നമ്മുടെ പ്രയത്നം കൊണ്ടല്ല നമുക്ക് രക്ഷ കിട്ടിയത്, അത് നാം ദൈവത്തിന്റെ ദാനമാണ്, അല്ലെ? അതുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. രക്ഷ ഒരിക്കലും വെന്തു പോകത്തില്ല. അതുകൊണ്ട് തീയിൽ കൂടി ഒന്ന പോലെ നമ്മളുടെ എല്ലാ പ്രവൃത്തികളും, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കുമ്പോൾ അത് എന്തൊക്കെയാ വിധിക്കപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാകും എന്തൊക്കെയാ വിധിക്കപ്പെടുന്നത് എന്നൊക്കെ. അപ്പം രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ശോധന ചെയ്യുന്നത്, രക്ഷ ഒരിക്കലും ശോധന ചെയ്യുകയില്ല. അതുകൊണ്ട് ആ വ്യക്തി ഏത് പ്രവൃത്തികൾ ലോകത്തിൽ ചെയ്തുവെങ്കിലും അത് ദൈവപ്രസാദമല്ല എങ്കിൽ അത് ശോധന ചെയ്യപ്പെടും, അത് വെന്തു പോകും എന്ന് പറയുക. ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കണം. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പൊ എല്ലാത്തിലും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് പ്രതിഫലങ്ങൾ പങ്കുവെക്കുന്ന സമയമാണ്. പക്ഷെ നമുക്കറിയാം, നാം ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൽ മുഴുവൻ സമയവും ജീവിച്ചിട്ട് ആ പ്രതിഫലം വിധിക്കുന്ന നാളില് നമ്മുടെ ഓരോ രഹസ്യങ്ങളെയും ചോദന ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ സത്യത്തെ ശോധന ചെയ്യുമ്പോൾ നാം ലജ്ജിച്ചു പോകുവാനായിട്ട് ഇടയാകരുത്. കാരണം നാം ദൈവപ്രസാദം എന്ന് ചിന്തിച്ച് വചനത്തിന് അടിസ്ഥാനമില്ലാത്ത ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യുന്ന ദിവസമുണ്ട്. ഞാൻ പറയുന്നതല്ല, അത് വചനം പറയുന്നതാണ്. വചനം പഠിക്കുക, വചനം അനുസരിച്ച് ജീവിക്കുക. മനുഷ്യരെ പ്രസാദിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന്, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തു, അല്ലെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരവസ്ഥ നമ്മുടെ ആയിരുന്നു. അതിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർത്തൊരു ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താ? തന്റെ പുത്രന്റെ സദൃശ്യത്തോട് അനുരൂപമായി നാം ജീവിക്കണം. അതുകൊണ്ടാണ് ഓഫീസ് ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചതാ, അല്ലെ? അപ്പൊ നമ്മെ മുൻ നിയമിച്ച ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവപ്രസാദം ജീവിതം നയിക്കണം. ക്രിസ്തുവിനോട് കൂടെ നാം ഇരിക്കേണ്ടവരാണ് എന്ന നമ്മുടെ മരണം കഴിഞ്ഞ് നാം ക്രിസ്തുവിന്റെ ആ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ എങ്കിലും ആ ഫുൾനെസ്സിൽ നാം ആയിട്ടില്ല. നാം അവനോട് കൂടെ ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നാം നമുക്ക് എത്രത്തോളം നമുക്ക് സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയും, ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലായിരിക്കണം നമ്മൾ ആയിരിക്കുന്നതല്ല നമുക്ക് ആഗ്രഹം. ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിക്കുന്നവരായി ജീവിക്കാൻ നമ്മളെ ഓരോ ദിവസവും ദൈവം സഹായിക്കും. പക്ഷെ നാം അതിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നമ്മെ നയിക്കുന്ന ആ ശാസ്ത്രയിൽ നിന്നോ വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ജീവിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയും. ദൈവം ഈ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം